ആദ്യം ഡോക്ടർ ഷിജു ഖാനിലേക്കാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഒരുപക്ഷെ സമാനതകളില്ലാത്ത സംഭവമാണ് നമ്മൾ ഇന്ന് നിലമേൽ എന്ന ഒരു ചെറിയ പ്രദേശത്ത് കണ്ടത്. അവിടെ റോഡരികിൽ കുറേ വിദ്യാർത്ഥികൾ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ വണ്ടി നിർത്തി ആ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസിന് നേർക്ക് കയർക്കുന്നു. DGP വരണം, മുഖ്യമന്ത്രി വരണം, ചീഫ് സെക്രട്ടറി വരണം, എങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് മാറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റോഡരികിൽ കുത്തിയിരിക്കുകയാണ് ഗവർണർ. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടക്കുന്നു രാജ്ഭവൻ. ഒടുവിൽ Z+ സെക്യൂരിറ്റി CRPFനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം, ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം ചോദിച്ചിരിക്കുന്നു, അത്തരം വിവരങ്ങൾ തേടുന്നു എന്നാണ്. എന്താണ് ഗവർണറുടെ ഈ ഷോ കൊണ്ട് അർത്ഥമാക്കേണ്ടത്? വാസ്തവത്തിൽ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന പദവിയുടെ മൂല്യവും അതിൻ്റെ വിലയും കെടുത്തിക്കളയുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുകയാണ്. ഭരണഘടന ഗവർണർ എന്ന പദവിക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ മൂല്യത്തെ സ്വയം ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് ഗവർണർ ഇപ്പോൾ കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടും ആ BJP സർക്കാരിൻ്റെ റബ്ബർ സ്റ്റാമ്പായി സ്വയം മാറുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റാതെ ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്രകാരമുള്ള കുൽസിതമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സമരം ഉയർന്നു വരുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും അവർ സമരം നടത്തുന്ന ഇടങ്ങളിലേക്ക് ചാടി വീഴുകയും അവിടെ നടത്തുന്ന പ്രതികരണങ്ങളും ഒരു ഗവർണർമാരും നടത്താത്ത കാര്യങ്ങളാണ്. ഇന്ന് നിലമേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശത്ത് കേരള ഗവർണർ നടത്തിയ പ്രകടനം അങ്ങേയറ്റം പരിഹാസ്യമാണ്. അത് വെല്ലുവിളിയാണ്, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. VVIP പദവികൾ കൽപ്പിക്കുന്ന ഉന്നത പദവികളിൽ, ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? സമരങ്ങളോ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങളോ ഒക്കെ രാജ്യത്ത് ഭരണഘടനാദത്തമായ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 കൃത്യമായി സംഘടിക്കാനുള്ള പൗരൻ്റെ അവകാശങ്ങളെ അടിവരയിടുകയാണ്. ആ അവകാശങ്ങളാണ് ഇവിടെ ഗവർണർ തടയാൻ ശ്രമിക്കുന്നത്. ഭീഷണിപ്പെടുത്തുകയാണ്, പോലീസിനെയും അതിൻ്റെ ഭാഗമായുള്ള സംവിധാനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂറിലധികം ഒരു കസേരയും എടുത്ത് ആ നിലമേൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ഇപ്രകാരമുള്ള തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നീതി സംവിധാനങ്ങൾ, ഭരണഘടന, പ്രോട്ടോക്കോൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തെറ്റായ നിലപാടുകളാണ്
ഇദ്ദേഹത്തെ പോലുള്ളവർ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ ഈ സമയം വേണ്ടിയിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് സഭയിൽ, നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഈ സമയം പോലും വേണ്ടിയിരുന്നില്ലല്ലോ. അതിന് അദ്ദേഹം തയ്യാറാകാതെ വളരെ പരിമിതമായ വരികൾ അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കേരളം കണ്ടു. അപ്പോൾ സഭയോടും തന്നിൽ അർപ്പിതമായ ഭരണഘടനാ ചുമതലകളോടും നീതി പുലർത്താതെ മാധ്യമ ശ്രദ്ധയ്ക്കു വേണ്ടിയും അതോടൊപ്പം BJPയുടെ ആയുധമാകുന്നതിന് വേണ്ടിയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രീതിക്ക് വേണ്ടിയും തൻ്റെ പദവിയുടെ മൂല്യം ആരിഫ് മുഹമ്മദ് ഖാൻ ബലി കഴിക്കുക. പദവിയുടെ മൂല്യം ഇപ്പൊ ഏറ്റവും അവസാനം ഖാൻ ഇല്ലാതാക്കുന്നു എന്നതാണ് ഉയർന്ന വിമർശനം.